ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങളുടെ കീം എക്സാമിനേഷനൊക്കെ എഴുതി ഒരു പ്രതീക്ഷയോടെയൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സിൻ്റെ 2024കാരുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കമ്പ്യൂട്ടർ സയൻസിന് എത്ര വന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. ഈ ജി എന്ന് കാണിക്കുന്നത് എന്താണെന്നറിയോ? ജി എന്ന് കാണിക്കുന്നത് അത് ഗവൺമെൻറ് ആണ് എന്നുള്ളതിൻ്റെയാണ്. സോ അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എത്രയാണെന്ന് അവർ കാണിച്ചിട്ടില്ല. ഇസെഡ് കാറ്റഗറിക്ക് 12,218 വരെ പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിക്ക് 6,966. എൽ എ കാറ്റഗറി, ബി എച്ച് കാറ്റഗറി, ഡി വി കാറ്റഗറി, അങ്ങനെ ഓരോ കാറ്റഗറിയുടെ ഇവിടെ ഉണ്ട്. എസ് സി കാറ്റഗറിക്ക് നോക്കിയാൽ 32,689. എസ് ടി കാറ്റഗറിക്ക് 49,286. നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അവിടെ ഫീ വേവർ കാറ്റഗറിയിലും ഒക്കെ ആ കുട്ടികൾ കയറിയിട്ടുണ്ട്. സി ആക്ച്വലി കീം എക്സാമിനേഷൻ എഴുതുന്നത് ഏകദേശം ഒരു 1,00,000-നടുത്ത് ഒരു 90,000 80,000 ഒക്കെയാണ് നോർമലി വരാറുള്ളത്. അതിൽ ഒരു 50,000 അല്ല 80,000-ത്തിൽ താഴെ കുട്ടികളാണ് പാസ്സാവുന്നത്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ വരുന്ന അത്രയും പേരുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, എസ് ടി കാറ്റഗറിയിൽ 49,286. അതായത് ഓൾമോസ്റ്റ് പാസ്സായവരിൽ തന്നെ ഓൾമോസ്റ്റ് ഏറ്റവും പിന്നിലുള്ള ഒരാൾക്ക് വരെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിൽ എന്തിൽ കിട്ടിയിട്ടുണ്ട്, കമ്പ്യൂട്ടർ സയൻസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വെക്കുക. നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വിചാരിക്കരുത്, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ, റാങ്ക് കുറവാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കത് കിട്ടില്ല അത് വെക്കാതിരിക്കരുത്. നിങ്ങൾ മാക്സിമം നല്ല കോളേജസ് തന്നെ വെച്ച് പോകാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. മറ്റൊരു നല്ലൊരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരായിരുന്നു 2023. അതായത് 2023 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ ഏറ്റവും നല്ല പാസ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന കോളേജ് കണ്ണൂരായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ. സോ അല്ല, നിങ്ങൾ പറയുന്ന പോലെ സി ഇ ടിയോ അല്ല, സി ഇ ടി കഴിഞ്ഞിട്ടാണോ? ഓക്കെ, സി ഇ ടി കഴിഞ്ഞിട്ടായിരുന്നെന്ന് തോന്നുന്നു. ടി കെ എമ്മും ജി സി തൃശ്ശൂരിനേക്കാളും ഫ്രണ്ടിൽ കണ്ണൂരായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ. സോ സ്റ്റേറ്റ് മെറിറ്റ് നോക്കി അവിടെ കിട്ടിയിരിക്കുന്നത് 3,019 വരെയുള്ള കുട്ടിക്ക് അവിടെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയിട്ടുള്ളൂ. ഇസെഡ് കാറ്റഗറി 4,265, മുസ്ലിം കാറ്റഗറി 4,188, എൽ എ കാറ്റഗറി 7,209. ബാക്കിയുള്ളവർ ഒക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. എസ് സി കാറ്റഗറിക്ക് 21,286, എസ് ടി കാറ്റഗറി 26,941, ഇ ഡബ്ല്യു കാറ്റഗറി 6,430. ഏറെക്കുറെ നല്ല പിടിയൊക്കെ ഉണ്ട്. ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഈ ജി എന്ന് കാണിക്കുന്ന ഗവൺമെൻറ് ആണ്. ഓക്കെ, ഞാനൊരു പറയാൻ മറന്നുപോയി. ഗവൺമെൻറ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, RIT കോട്ടയം എന്നാണ് പറയുന്നത്. RIT കോട്ടയത്തിൽ നോക്കിക്കട, ഇതും വൺ ഓഫ് ദ ഭയങ്കര നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജാണ് RIT കോട്ടയം എന്ന് പറയുന്നത്. ടോപ്പ് 5 എഞ്ചിനീയറിംഗ് കോളേജ് കേരളത്തിലെടുത്താൽ ടോപ്പ് 5 വരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് RIT കോട്ടയം എന്ന് പറയുന്നത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് എത്രയാണ്? 2,445, ഇസെഡ് 3,386, മുസ്ലിം 2,677, എസ് സി കാറ്റഗറി 16,251, എസ് ടി കാറ്റഗറി 41,110. കണ്ടോ, ആക്ച്വലി ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിനേക്കാളും എത്രയോ ഭേദപ്പെട്ട കോളേജാണ് രാജീവ് ഗാന്ധി എന്നറിയാമോ? പക്ഷെ എന്നിട്ടും എസ് ടി കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കണേ. അതായത് 26,941 ആണ് അവിടെ ലാസ്റ്റ് റാങ്ക് കയറിയത് കണ്ണൂരിൽ. പക്ഷേ രാജീവ് ഗാന്ധി RITയിൽ എത്രയാണ്? 41,110. അപ്പോൾ നിങ്ങൾ നല്ല നല്ല കോളേജസ് ഫസ്റ്റ് വെച്ച് പോവുക. നിങ്ങൾ കിട്ടുകയില്ല എന്ന് ചിന്തിക്കരുത്. ഞാൻ പ്രത്യേക കാറ്റഗറിയുടെ മാത്രമല്ല, ഏതൊരു കാറ്റഗറി, ഇപ്പോൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിലും ഇസെഡ് കാറ്റഗറി ആണെങ്കിലും എൽ എ ആണെങ്കിലും ബി എച്ച് ആണെങ്കിലും പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടതുകൊണ്ട് ഞാൻ എസ് ടി കാറ്റഗറിയുടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ല കോളേജസ് തന്നെ ഫസ്റ്റ് വെച്ച് പോവുക. കിട്ടില്ല എന്നുള്ള ചിന്ത നിങ്ങൾ കളയുക. ഇവിടെ നോക്കിയാൽ രാജീവ് ഗാന്ധിയിലൊക്കെ 41,000 വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത കോളേജ് നോക്കാം നമുക്ക്. അടുത്ത കോളേജ് ഏതാണ്? മാർ അത്തനീഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. ഇതും കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ്. ടോപ്പ് 5 കോളേജിൽ വരുന്ന ഒരു കോളേജാണ് മാർ അത്തനീഷ്യസ് കോളേജ്, MA കോതമംഗലം എന്ന് പറയും. സ്റ്റേറ്റ് മെറിറ്റ് 1,944 സ്റ്റേറ്റ് മെറിറ്റ് വന്നേക്കുന്നത്. ഇസെഡ് കാറ്റഗറി 2,298, മുസ്ലിം കാറ്റഗറി 2,037, എസ് ടി കാറ്റഗറി
SC കാറ്റഗറി നോക്കിയാൽ 15,273, ST കാറ്റഗറി 46,352. ഇവിടെ നോക്കിയേ 41,110. കണ്ടോ, കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിനേക്കാൾ നല്ല കോളേജാണ് MA കോളേജ് കോതമംഗലവും. ഇനി അടുത്തത് NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഉള്ള ഒരു കോളേജാണ് NSS കോളേജ് എന്ന് പറയുന്നത്. ഈ മാറത്തനേഷ്യസ് കോളേജും NSS കോളേജും പിന്നെ നമ്മുടെ TKM കോളേജുമാണ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് എന്ന് പറയുന്നത് കേട്ടോ. വേറെ എല്ലാം ഗവൺമെൻറ്, പ്യുവർ ഗവൺമെൻറ് ആണ്. ചില വീഡിയോസിലൊക്കെ ഈ RIT കോട്ടയം എന്ന് പറയുന്നത് ഒരു എയ്ഡഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് അതിൻ്റെ പേര് കേൾക്കുമ്പോഴാണ്. ആക്ച്വലി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ RIT കോട്ടയത്തിന് മാത്രമേ ഒരു വ്യത്യസ്തമായ ഒരു പേരുള്ളൂ. ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പേരാണെങ്കിലും പ്യുവർ എഞ്ചിനീയറിംഗ് ആണ്, എയ്ഡഡ് ഒന്നും അല്ല. ഓക്കെ, അപ്പോൾ NSSൽ സ്റ്റേറ്റ് മെറിറ്റ് എത്രയാണ്? 3031 കയറിയേക്കുന്നത്. EZ കാറ്റഗറി 3715, മുസ്ലിം 3718. ബാക്കിയുള്ളവർ എല്ലാവരുടെയും വായിച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. ST കാറ്റഗറി 48,456, SC കാറ്റഗറി 21,175. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് നല്ലൊരു കോളേജാണ് പാലക്കാട് എന്ന് പറയുന്നത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റ് പക്ഷേ അവിടെ വ്യക്തമാക്കിയിട്ടില്ല. EZ കാറ്റഗറി 6,432, മുസ്ലിം കാറ്റഗറി 5,714, LA കാറ്റഗറി 7,839, SC കാറ്റഗറി കണ്ടോ 22,667, ST കാറ്റഗറി 43,409. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ടോപ്പ് 5 വരുന്ന മറ്റൊരു എഞ്ചിനീയറിംഗ് കോളേജാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. 1,004 സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത്. 1,004 സ്റ്റേറ്റ് മെറിറ്റ്. എത്രയാണ്? 1,004 സ്റ്റേറ്റ് മെറിറ്റ്. മുസ്ലിം EZ കാറ്റഗറിക്ക് എത്രയാണ്? 1,099, മുസ്ലിം കാറ്റഗറി 1,107, ST SC എത്രയാണ്? SC കാറ്റഗറി 7,954. കണ്ടോ, ST കാറ്റഗറി 22,343. TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതും ടോപ്പ് 5 നിൽക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് TKM എന്ന് പറയുന്നത്. ഒരു കാലത്ത് CETയോട് കിടപിടിച്ചിരുന്ന ഒരു കോളേജാണ്, പിന്നീട് കുറച്ച് താഴേക്ക് പോയി, എങ്കിലും ടോപ്പ് 5 ഇപ്പോഴും ഉണ്ട് TKM എന്ന് പറയുന്നത്. TKMൻ്റെ പ്രത്യേകത ഇതൊരു ഓട്ടോണമസ് എഞ്ചിനീയറിംഗ് കോളേജ് കൂടിയാണ്. ഓക്കെ, അതായത് ഗവൺമെൻറ് എയ്ഡഡിൽ ആകപ്പാടെ ഓട്ടോണമസ് പൊസിഷൻ നിലവിലുള്ളത് ഇപ്പോൾ TKMന് മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. MA കോതമംഗലത്തിന് കിട്ടിയെന്ന് പറയുന്നു, പക്ഷേ ഇല്ലെന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ. MA കോതമംഗലത്തിൻ്റെ ആർട്സ് ആൻഡ് സയൻസ് വിഭാഗത്തിനാണ് കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. BTech വിഭാഗത്തിന് കിട്ടിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ SM കാറ്റഗറി സ്റ്റേറ്റ് മെറിറ്റ്, SM എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് കേട്ടോ, 1,567, EZ കാറ്റഗറി 1,899, മുസ്ലിം കാറ്റഗറി 1,732. പിന്നെന്താണ് ST SC എത്രയായിരിക്കും? SC കാറ്റഗറി 13,074, ST കാറ്റഗറി 25,305. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം സ്വാഭാവികം ടോപ്പ് 1 കോളേജാണ്. ടോപ്പ് 1 കോളേജ്. ഇവിടെയൊക്കെ കിട്ടിയാൽ ലക്കെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. CET തിരുവനന്തപുരം എന്നാണ് പറയുന്നത്. എന്താണ് സ്റ്റേറ്റ് മെറിറ്റ്? 530. 1000 പോലും ആയിട്ടില്ല, 4 അക്കം പോലും കടന്നിട്ടില്ല, 3 അക്കത്തിൽ കൊണ്ട് നിന്നു. EZ 799, 4 അക്കമായില്ല. മുസ്ലിം 815, 4 അക്കം കയറിയില്ല. പിന്നെന്താണ് SC കാറ്റഗറി 6,322, ST കാറ്റഗറി 10,717. ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്. ഇതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് തീർന്നു. G എന്ന് പറയുന്ന കാറ്റഗറി മാത്രമേ ഞാനിപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളൂ. വയനാട് എത്രയാണ്? വയനാട് 12,000. അവിടെയും സ്റ്റേറ്റ് മെറിറ്റ് കാണിച്ചില്ല. സ്റ്റേറ്റ് മെറിറ്റ് കാണിക്കാത്ത പാലക്കാട്, വയനാട്, ഇടുക്കി. ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് ഇല്ല, പക്ഷേ EZ കാറ്റഗറിക്ക് 12,287. മുസ്ലിം കാറ്റഗറിക്ക് 6,178. SC കാറ്റഗറിക്ക് 46,082. ST കാറ്റഗറിയും കാണിച്ചിട്ടില്ല. ഈ സ്റ്റേറ്റ് മെറിറ്റ് കാണിക്കാത്തിടത്ത് റാങ്ക് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? എടാ, നിങ്ങൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് EZ കാറ്റഗറി, മുസ്ലിം കാറ്റഗറി ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ. അവരാണ് പിന്നെയും സ്റ്റേറ്റ് മെറിറ്റിനോട് അടുത്ത് നിൽക്കുന്നത്. ഓക്കെ, അവർക്കാണ് സ്റ്റേറ്റ് മെറിറ്റിനോട് അടുത്തുള്ള റാങ്ക് അവർക്കേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ
ഈ എസ്.എം കാറ്റഗറി അതായത് ഇപ്പോൾ ഇടുക്കി കോളേജ് ആണെങ്കിൽ തന്നെ അവിടെ ഇസെഡ് കാറ്റഗറിക്ക് 12,218 കിട്ടിയെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് ഒരു 10,000 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 10,000, 11,000. പാലക്കാട് 6,432 വരെ ഇസെഡ് കാറ്റഗറിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എസ്.എമ്മിന് ഒരു 4,000 ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വയനാട് 12,287 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പം കമ്പ്യൂട്ടർ സയൻസിന് ഒരു 10,000 റേഞ്ചിലൊക്കെ ഉള്ള സ്റ്റേറ്റ് മെറിറ്റുകാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഏത് ഓർഡറിലാണ് കമ്പ്യൂട്ടർ സയൻസ് വെക്കേണ്ടത്? ഫസ്റ്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ സീറ്റ് വെക്കുക. സെക്കൻഡ് ഏത് വെക്കണം? തൃശ്ശൂർ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് TKM വെക്കാം. TKM എന്ന് പറഞ്ഞാൽ അതൊരു ഓട്ടോണമസ് കോളേജാണ്. അതായത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ മികവ് കൊണ്ടും വിദ്യാർത്ഥികളുടെ മികവ് കൊണ്ടും ആ കോളേജിൻ്റെ മികവ് കൊണ്ടും ഒക്കെ കൊടുക്കുന്ന ഒരു പദവിയാണ് ഓട്ടോണമസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് TKM നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾക്ക് ഓട്ടോണമസ് കോളേജിൽ പഠിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ GC തൃശ്ശൂർ തന്നെ വയ്ക്കുക സെക്കൻഡ്. രണ്ടും ഏറെക്കുറെ നല്ല നല്ല കോളേജസ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വെക്കാൻ ചാൻസ് നിങ്ങൾ ഏതാണ്? CET വെച്ചു, GC തൃശ്ശൂർ വെച്ചു, പിന്നെ TKM വെച്ചു, റൈറ്റ്. പിന്നെ നിങ്ങൾക്ക് വെക്കാവുന്നത് RIT കോട്ടയം വെക്കാം. അതിനുശേഷം MA കോളേജ് വെക്കാം. ഇനി നിങ്ങൾക്ക് MA കോളേജ് ഫസ്റ്റ് വെക്കണമെങ്കിൽ MA കോളേജ് ഫസ്റ്റ് വയ്ക്കാം. RIT MA കോളേജ് നമ്മുടെ TKM കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് MA കോളേജ് വെക്കണമെങ്കിൽ MA കോളേജ് വയ്ക്കാം. RIT വെക്കണമെങ്കിൽ RIT വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂറും TKM ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. രണ്ടും ഓൾമോസ്റ്റ് നല്ല കോളേജസ് ഒക്കെ തന്നെയാണ്. RIT പ്യുവർ ഗവൺമെൻറ് ആണ്. അപ്പം ഇപ്പോൾ ഒരുപാട് ഫ്രീഡം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് RIT ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മറ്റിടത്ത് എയ്ഡഡ് ആയതുകൊണ്ട് അത്ര ഫ്രീഡം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഓക്കെ. അതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങൾ വെക്കേണ്ടത് NSS പാലക്കാട് നിങ്ങൾക്ക് വെക്കാം. പിന്നെ കണ്ണൂർ നിങ്ങൾക്ക് വെക്കാം. പിന്നെ ഏതാണ്? കണ്ണൂർ. കോഴിക്കോടില്ല കേട്ടോ. കോഴിക്കോട് പ്യുവർ കമ്പ്യൂട്ടർ സയൻസ് ഇല്ല. അത് ഞാൻ നോക്കിയത്. കോഴിക്കോട് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ഡിസൈൻ എഞ്ചിനീയറിങ്ങേ ഉള്ളൂ. അതിവിടെ ഇല്ല. പിന്നെ നിങ്ങൾക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നത് വയനാട് അല്ലെങ്കിൽ ഇടുക്കി. അതും നേരത്തെ പോലെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വയനാട് വെക്കാം. ഞാൻ പാലക്കാട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. പാലക്കാട് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ NSS പാലക്കാട്, കണ്ണൂർ കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാലക്കാട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ഇടുക്കി ഓർ വയനാട്. അതും നിങ്ങൾക്ക് ഇടുക്കി വയ്ക്കണമെങ്കിൽ ഇടുക്കി വയ്ക്കാം, വയനാട് വയ്ക്കണമെങ്കിൽ വയനാട് വയ്ക്കാം. രണ്ടും ഏറെക്കുറെ സെയിം ലെവൽ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ള കമ്പ്യൂട്ടർ സയൻസിനെ പറ്റിയിട്ട്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.